Hi friends, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഷെഫ് പിള്ള സാറിൻ്റെ ഫേമസ് റെസിപ്പി ആയിട്ടുള്ള ഫിഷ് നിർവ്വാണം തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ കുറച്ച് നെയ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് നിർവ്വാണം തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇതിന് മുന്നേ 1-2 തവണയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് സക്സസ് റെസിപ്പി തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 5 പീസ് നെയ്മീൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചത്, പിന്നെ ഇതാ ഒരു പകുതി ലെമൺ ജ്യൂസും കൂടെ ചേർത്തെടുക്കാം. 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ആ ഒരു മസാലയും മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇനി ഞാൻ അതാ ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഡിഷസൊക്കെ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു തനതായ രുചി കിട്ടുന്നത് തന്നെ. അപ്പോൾ ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതാ ഈ മീൻ പീസസ് ഓരോന്നിടത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഫിഷ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒരു 5-6 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് ഒരു സൈഡ് ഒന്ന് ആയി വന്ന സമയത്ത് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഫിഷ് ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ, ഒരു 1-2 ടേബിൾ സ്പൂണോളം മാങ്ങയും 1 ടീസ്പൂണോളം ഇഞ്ചി നീളത്തിനൊന്ന് മുറിച്ച് വെച്ചതും പിന്നെ 2 ടീസ്പൂൺ പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു സ്റ്റവിലോട്ട് ഒരു പാത്രം, ഒത്തിരി വലിപ്പമുള്ള പാത്രം വെക്കണം. ഈ 5 പീസ് മീൻ നിൽക്കണം, അതിന് കണക്കായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അത് ആ വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയ്മീൻ പീസസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അത് നല്ല കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ എടുക്കണം. എത്രത്തോളം കട്ടി കിടക്കാം അത്രത്തോളം നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കണേ. ഞാൻ ഇവിടെ ഒരു 3-4 കപ്പ് വരെയൊക്കെ ആക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഞാൻ എന്തായാലും പിഴിഞ്ഞ് മെനക്കെട്ടിട്ടില്ല, തേങ്ങ തിരികെയും പിഴിഞ്ഞൊന്നും മെനക്കെട്ടിട്ടില്ല. കുറച്ച് തേങ്ങാപ്പാൽപ്പൊടിയില്ല, അത് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുത്താണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് 2 പച്ചമുളക് മതി കേട്ടോ. 2 പച്ചമുളകും കുറച്ച് മാങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിന് മുറിച്ചതാണ്, അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുക്കാം ആ ഒരു തേങ്ങാപ്പാലിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അത് 1 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലോട്ട് ആ മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള മാങ്ങയും ഇഞ്ചിയും അതിൻ്റെ ഫ്ലേവറും ആ ഒരു തേങ്ങാപ്പാലിലും മീനിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 10-12 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവ്വാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സമൂസയൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് സപ്പോട്ടയും പിന്നെ ഗ്രേപ്സും പൈനാപ്പിളും ഡേറ്റ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷമാം ഷേക്കാണ് കേട്ടോ. ബദാമും ഈന്തപ്പഴം കുറച്ച് കൂടുതൽ ചേർത്തിട്ട് തയ്യാറായി ഷമാമും പാലും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കാതെ തയ്യാറാക്കിയതാണ്, കുറച്ച് കൂടുതൽ ഡേറ്റ്സ് ചേർത്തിട്ട് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷുഗറിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാ ഒരു നോമ്പ് തുറക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതാ അപ്പം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫിഷ് നിർവ്വാണയുടെ കൂടെ കോംബോ ആയിട്ട് വരുന്നത് നല്ല സൈഡൊക്കെ മുരിഞ്ഞിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അപ്പത്തിന് മാവ് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചട്ടി ഒന്ന് എണ്ണയൊക്കെ തടവിന് ശേഷം മാവൊന്ന് കോരി വെച്ച് ചുറ്റിച്ച് അടച്ച് വെച്ചൊന്ന് ചുട്ടെടുക്കാം. ഇത് വെറും പച്ചരിയും തേങ്ങയും കുറച്ച് ചോറും ഉപ്പും പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് നിർവ്വാണയും എല്ലാം കൂടെ ഒന്ന് ഇരുന്നൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ആകാമായിരുന്നു എന്ന്. കാരണം ഒരു 5 പീസ് മീനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ലോണം ഒന്ന് പിടിച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.